പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന വിഷയം ഈ ഓറ ഹീൽ ചെയ്യുന്നത് എന്തിന്? അതെ, ഓറ. ആദ്യം ഓറ ഹീൽ ചെയ്യുന്നത് എന്തിന് എന്ന് അറിയുന്നതിന് മുമ്പ് എന്താണ് ഓറ എന്നറിയണ്ടേ? ഓറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിലെ സൂക്ഷ്മ ഊർജ സാന്നിധ്യത്തെ പറയുന്ന പേരാണ് ഓറ. അതെ, എനർജി. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മെറ്റാഫിസിക്കൽ എനർജി എന്ന് പറയാം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഫിസിക്കലും മെറ്റാഫിസിക്കലും ചേർന്നതാണ്. ഫിസിക്കൽ എന്ന് പറഞ്ഞാലോ, കണ്ടും തൊട്ടും മനസ്സിലാക്കാവുന്ന, നമുക്കറിയുന്ന, നമുക്ക് പരിചിതമായിട്ടുള്ള, സാമാന്യ ബുദ്ധിക്ക് നമ്മൾ അറിയുന്ന നമ്മൾ. ഇതാണ് ഫിസിക്കൽ ബോഡി, ഫിസിക്കൽ മാറ്റർ. എന്നാൽ മറ്റൊരു മാസ് ഉള്ളിലുണ്ട്, അതാണ് സൂക്ഷ്മ ശരീരം. അപ്പൊ സ്ഥൂല ശരീരത്തിലെ ഫിസിക്കൽ ബോഡിയിലെ സൂക്ഷ്മാംശമാണ് ഓറ, എനർജി. പക്ഷെ ഈ എനർജി ഒന്നും കാണാൻ സാധിക്കില്ല, പക്ഷെ നമുക്ക് ഉപയോഗിക്കാനും അനുഭവിക്കാനും പറ്റും. ഏത് എനർജി അങ്ങനെ തന്നെയാണ്. വൈദ്യുതി അങ്ങനല്ലേ, വൈദ്യുതിയെ കാണാൻ പറ്റില്ല, പക്ഷേ നമുക്ക് അനുഭവിക്കാനും ഉപയോഗിക്കാനും പറ്റും. അത് കടന്നു പോകുന്ന ഉപകരണങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാകുന്നു മാത്രം. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യരായിട്ടുള്ളവർക്കോ ജീവജാലങ്ങളുടെ എല്ലാം ഉള്ളൊരു ജീവനുണ്ട്. ആ ജീവനാണ് ഓറ എന്ന് പറയുന്നത്. പക്ഷെ മനുഷ്യന്റെ ഓറയ്ക്ക് മാത്രം അവന്റെ ചിന്താശക്തിയിലൂടെ പുതിയ ഊർജം കൊടുക്കുന്നതിലൂടെ എന്തും നമുക്ക് നേടാം, എന്തിനേയും ഒഴിവാക്കാം ഈ ശക്തിയിലൂടെ. ഓർക്കുക, നമ്മൾ ഈ ഭൂമിയിൽ ഒരിക്കൽ മാത്രം വന്നു മറയുന്നവരാണല്ലേ. ഇതേപോലെ ഒരിക്കൽ മാത്രം വന്നു മറയുന്ന ഈ മനുഷ്യർക്ക് ചില ബുദ്ധിയും തന്നിട്ടുണ്ട്. നമ്മൾ ചുറ്റുപാട് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഈവൻ നമ്മൾ തന്നെ 3 പദാർത്ഥങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. ഏതൊക്കെയത്? സോളിഡ്, ലിക്വിഡ് ആൻഡ് എനർജി. പുറത്തേക്ക് എങ്ങും ആലോചിക്കേണ്ട, നമ്മുടെ ശരീരത്തെ തന്നെ നോക്കാം. നമ്മുടെ ശരീരം സ്ഥൂലം, സോളിഡാണ്. ഇതിനുള്ളിൽ ആകമാനം ജലാംശം നിറഞ്ഞിരിക്കുകയാണ്. 82% എന്താണ്? വെറ്റാണ്, നനവാണ്. അപ്പോൾ സോളിഡായി, ലിക്വിഡായി. പിന്നെ ഇതിനൊന്ന് ചലിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു സൂക്ഷ്മ ശരീരമുണ്ട്, ഊർജം. ഈ ഒരു വിരലൊന്ന് ചലിക്കണമെങ്കിൽ ഇതിൽ ഊർജമുണ്ട്. ഊർജമല്ലേ, എനർജിയല്ലേ ചലിപ്പിക്കുന്നത്. ഈ 3 പദാർത്ഥങ്ങളിൽ ഊർജത്തിനെ മാത്രം മുറിക്കാൻ പറ്റില്ല, വിഭജിക്കാൻ പറ്റില്ല. അതാണ് ഊർജത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമ്മളിലൊരു ഊർജമുണ്ടെങ്കിൽ അത് പ്രപഞ്ച ഊർജവുമായി കണക്റ്റഡ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഊർജത്തെ നൈദർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല എന്ന് ഫിസിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പവർഫുള്ളാണ്. അപ്പം നമ്മുടെ ഉള്ള എനർജി ലോസ് ആണ് ഈ ഓറയുടെ ശോഷണം എന്ന് പറയുന്നത്. പ്രപഞ്ച ഊർജമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ നമ്മുടെ ഊർജം ലെവൽ കുറവാണെങ്കിൽ സർവ്വ ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പ്രതിരോധ ശക്തി കുറയുന്നു. അത് മനസ്സിന്റെ ഊർജ്ജ ലെവൽ കുറഞ്ഞിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മാനസികമായ സർവ്വ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. തദ്വാര അത് മുഖാന്തരം എന്ത് സംഭവിക്കുന്നു? പലവിധത്തിലുള്ള മനസ്സിന്റെ പിടിപ്പുകേട് കൊണ്ട്, ശ്രദ്ധക്കുറവ് കൊണ്ട് ഭൗതിക ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ കടന്നു വരും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ തന്നെ ഓറയുടെ ഡിപ്ലീഷനാണ്, അല്ലെ മൂല്യച്യുതിയാണ്. മറ്റൊന്ന് ശരീരത്തിനുള്ള പ്രതിരോധ ശക്തിയാണ്, അതും കുറയാറില്ലേ. ബോഡിക്ക് പ്രതിരോധ ശക്തി കുറവുണ്ടെങ്കിൽ സർവ്വ രോഗങ്ങളും വഴിയെ പോകുന്നതെല്ലാം ചാടിപ്പിടിക്കും. ചിലരെ പലപ്പോഴും ഹോസ്പിറ്റലുകളൊന്നും കണ്ടിട്ട് പോലില്ല. നല്ല ഓറ, നല്ല ശക്തമായ ഓറയുള്ളവർക്ക് നല്ല രോഗപ്രതിരോധ ശക്തിയായിരിക്കും. അവർ ആശുപത്രികളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. സെൽഫ് ഹീലിങ്ങിനുള്ള ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം അവരിൽ പ്രവർത്തിക്കുന്നു. ഇതേപോലെ മനസ്സിന് ഒരു സെൽഫ് ഇമ്മ്യൂൺ സിസ്റ്റം പ്രവർത്തിക്കണമെങ്കിൽ ഓറയെ ചാർജ് ചെയ്ത്, എനർജൈസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതിനാണ് ഓറ ഹീലിംഗ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഓറ ഹീലിങ്ങിനെ പറ്റി പലർക്കും വലിയ ബോധ്യമില്ല. ഇനി അറിഞ്ഞിരിക്കുന്നവർ തന്നെ പല വികലമായ രീതിയിലാണ് അറിഞ്ഞിരിക്കുന്നത്. ഓർക്ക് നമ്മുടെ ശരീരം കുളിച്ചില്ലെങ്കിൽ, ശരീരത്തെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തെല്ലാം ശാരീരികമായ വിഷമതകൾ, അസ്ഥിരതകൾ ഉണ്ടാകുന്നു, അതേപോലെ മനസ്സിനും സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഈ എനർജി ഫീൽഡിനും സംഭവിക്കുന്നു. ഇതിനെ ഒന്ന് മനസ്സിലാക്കി റീപ്രോഗ്രാം ചെയ്താൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സർവ്വ കഷ്ടതകളും മാറുക എന്നുള്ളത് മാത്രമല്ല, ജീവിതത്തിൽ ലക്ഷ്യമിടുന്ന എല്ലാം, ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങളെ തേടി ഇങ്ങോട്ട് വരും എന്നുള്ളതാണ്. കാരണം പ്രപഞ്ചവുമായിട്ട് താതാത്മ്യം പ്രാപിപ്പിക്കുകയാണ് ഓറ ക്ലെൻസിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആണെന്നുണ്ടല്ലോ? അത് ചെയ്തിരിക്കണം, എല്ലാവരും ചെയ്തിരിക്കണം. അപ്പോൾ ഓർക്കുക, ഒരു റീപ്രോഗ്രാമിംഗ് പ്രോസസ്സാണ്. ഇനി ഓറ ക്ലെൻസ്ഡ് അല്ല എങ്കിൽ, ഈ വ്യക്തിയിൽ എപ്പോഴും മാലിന്യം കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും?
ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു ചിമ്മിനി വിളക്ക് സങ്കല്പിക്കുക, റാന്തൽ വിളക്ക് സങ്കല്പിക്കുക. അതിനകത്ത് പ്രകാശമുണ്ട്, കത്തിച്ചിരിക്കുകയാണ്. പക്ഷേ പുറമേ കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രകാശം പുറത്തേക്ക് വരില്ല. ഈ വ്യക്തി എത്ര ശക്തനായാലും അറിവുള്ള ആളായാലും ജീവിതത്തിൽ പരാജയമായിരിക്കും. ഇപ്പം ജീവിതത്തിൽ എല്ലാം എത്തണമെങ്കിൽ ഈ പ്രപഞ്ചത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്, സർവ്വതും അടങ്ങിയിട്ടുണ്ട്. ദുരിതങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ തൊഴിലും എന്താണോ ഇപ്പോഴുള്ള ജീവിതത്തിൽ കാലങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്നത് അതെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ അത് കൂടുതലായിട്ട് വേണമെങ്കിൽ നമ്മുടെ ഓറ ലെവലിനെ ബൂസ്റ്റപ്പ് ചെയ്ത് അതുമായിട്ട് ബാലൻസ് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം നമ്മളിലേക്ക് ഒരു ബയോ മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഫിസിക്കൽ ബോഡി ബയോ മാഗ്നറ്റാണ്, അതെന്തിനെ ആകർഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് ഓറയെ ക്ലെൻസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇത് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, നേരത്തെ പറഞ്ഞ കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികൾക്ക് ഒരു ദീർഘവീക്ഷണം ഉണ്ടാകില്ല. ഒരു കാര്യത്തിൽ ഒരു സ്പിരിച്വൽ കോഡ് കട്ടായിരിക്കും, വിശ്വാസങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകും, യുക്തി ചിന്ത ഉണരുകയില്ല. മറ്റൊന്ന്, ഇവർക്ക് എപ്പോഴും തടസ്സങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സാമാന്യ ബുദ്ധിക്ക് തോന്നുന്നുണ്ടോ അല്ലാത്തതുണ്ടാവും ഇവരെ അത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. എത്ര ശ്രമിച്ചാലും പരാജയപ്പെടുന്നു. അൺലക്ക് എന്നൊക്കെ പറയാറില്ലേ, ഡിസ്റ്റിങ്ഷൻ കിട്ടേണ്ടതാണ്, ഒരു മാർക്കിന് കുറഞ്ഞു പോവുക. അതോടൊപ്പം നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു പെട്ടെന്ന് തട്ടിപ്പാറുന്നു. രോഗങ്ങൾ, അപ്രതീക്ഷിതമായ രോഗങ്ങൾ, പിന്നെ നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ പലതും ഒന്നിനു പുറകെ ഒന്നായി മലവെള്ളപ്പാച്ചിൽ പോലെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ കാരണം തേടി നമ്മൾ പുറത്തോട്ട് അലയാറുണ്ട്. അതിനെല്ലാം കാരണം നമ്മുടെ ഉള്ളിലെ എനർജി ഫീൽഡിനെ ബൂസ്റ്റ്. ഇത് തന്നെയാണ് പുറത്ത് എവിടെ പോയാലും അവർ ചെയ്യുന്നതും. അത് പല വിധത്തിൽ നമ്മളെ കൊണ്ട് റൂട്ട് തിരിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്യിക്കുന്നു എന്നുള്ളത് മാത്രം. ക്ലിയർ ആകുന്നുണ്ടല്ലോ? അപ്പം ഇങ്ങനെ ഒരുപാട് ദുരിതങ്ങളും കഷ്ടതകളും അനുഭവിക്കാൻ കാരണം എന്താണ്? ഈവൻ ശരീരത്തിൻ്റെ രോഗം പോലും ഓറയുടെ എനർജി ലോസാണ്. ഇനി അങ്ങനെ ഓറ ക്ലെൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ എങ്ങനെയായിരിക്കും? ഇവര് സദാ പ്രസരിപ്പിലായിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉടൻ അവർ മനസ്സിൽ ചിന്തിക്കും അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്, കോസ് ആൻഡ് എഫക്റ്റ് ആണിത്. അവരവർക്ക് തകർക്കാൻ പറ്റില്ല. വല്ലാത്തൊരു ആത്മശക്തി അവർക്കുണ്ടാവും. ഏത് പ്രതിസന്ധിയിലും സാധാരണക്കാരെ ചിന്തിക്കുന്ന കണക്കല്ല ചിന്തിക്കുക. മറ്റൊന്ന്, ഓരോ നല്ല ക്ലെൻസ്ഡ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള വ്യക്തികൾ ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഒരു സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്കായിരിക്കും. സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് ഒരു വല്ലാത്തൊരു പ്രഭ അവർക്ക് ചുറ്റും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പിന്നെ വളരെ ക്ലെൻസ്ഡ് ആയിട്ടുള്ള ഓരോ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഇവരെ കാണുമ്പോൾ പെട്ടെന്നൊരു അട്രാക്ഷനോട് ചാടി വീഴും. മൃഗങ്ങളെ, പക്ഷിമൃഗാദികളൊക്കെ സ്നേഹത്തോടു കൂടി പെരുമാറും. ഇതൊക്കെ ഓരോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇവർക്ക് പെട്ടെന്ന് ഏത് കാര്യങ്ങളും സംഭവിക്കുന്നു, നടക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ആലോചിച്ചിറങ്ങിയാൽ തടസ്സം കൂടാതെ നടക്കുന്നു. വളരെയേറെ ബസ് റൂട്ട് തടസ്സമുള്ള സ്ഥലത്താണ് നിങ്ങൾ ഈ നിൽക്കുമ്പോൾ പെട്ടെന്ന് ബസ് വരുന്നു, കയറി ഉടനെ സീറ്റ് കിട്ടുന്നു. ഒരു ദിവസത്തെ അനുഭവങ്ങളെല്ലാം പോസിറ്റീവായിട്ട് അനുകൂലമായി മാറുന്നു. എന്തോ ഒരു അത്ഭുതം പോലെ സംഭവിക്കുന്നു. അത് ഇവർക്കറിയാം. ഓറ ക്ലെൻസ് ചെയ്തിരിക്കുന്നവർ ഉള്ളിൽ ചിരിച്ചുകൊണ്ടാണ് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഓറ ക്ലെൻസ്ഡ് ആയിട്ടുള്ള നല്ല പ്യൂറായിട്ടുള്ള വ്യക്തികളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ ഇവർ പ്രത്യേകിച്ച് അവരെ പറ്റി ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് അതിന് തിരിച്ചടി കിട്ടും. അതെന്താണെന്നറിയാമോ? ഈ വ്യക്തി ശപിച്ചിട്ടോ ഈ വ്യക്തിയുടെ ഓറയിലെ പവർ അവരിൽ നാശം ഉണ്ടാകുന്നല്ല, അവരുടെ പ്രാരാബ്ധ കർമ്മഫലം പെട്ടെന്ന് അവരിൽ ഉണ്ടാകുന്നു. കാരണം ഈ പ്രകാശത്തിലേക്ക് ഒരിക്കലും ഇരുട്ടിന് വരാൻ പറ്റില്ലല്ലോ അല്ലേ? ഇരുട്ട് ഒഴിഞ്ഞു പോയേ പറ്റൂ. അപ്പം ഈ ഓറ നല്ല പ്രബലമായിട്ടുള്ള വ്യക്തികളെ വേദനിപ്പിക്കുന്നവർക്ക് തിരിച്ച് പ്രപഞ്ചശക്തിയിൽ നിന്നും അവരുടെ കർമ്മ എഫക്റ്റ് തിരിച്ചടി ഉണ്ടാക്കുന്നു, ഉന്മൂലനം ചെയ്ത് കളയും പലപ്പോഴും. ഇതൊക്കെ പലപ്പോഴും നമ്മൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ പലർക്കും. അപ്പൊ ഇതെല്ലാം എന്താ? നമ്മുടെ ഓറയെ ക്ലെൻസ് ചെയ്യുന്നതിലൂടെയാണ്. മറ്റൊന്ന്, പലപ്പോഴും എന്ത് കാര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങളായിക്കോട്ടെ, സമ്പദ് സമൃദ്ധികൾ ചുറ്റും വന്നുകൂടെ ഇവർ ചിന്തിക്കുന്നതിലപ്പുറം ചുറ്റും സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതൊന്നും അവർ ഓർക്കാനൊന്നും പറ്റുന്നില്ല, എപ്പോഴും ഓർത്ത് നടക്കാറുമില്ല. പക്ഷെ അവരിലേക്ക് ഇത് ഒഴുകിയെത്തുക തന്നെ ചെയ്യും. അപ്പൊ ഇതിനൊക്കെയാണ് ഓറ ക്ലെൻസ് ചെയ്യുന്നത്. ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം. ഇതെങ്ങനെയാണ് രീതി? ഒരു ഫുൾ ഡേ ആയിട്ടുള്ള വർക്ക്ഷോപ്പാണ്, ഒരു ശില്പശാലയാണ്. ഞാൻ തന്നെ നേരിട്ട് തരുന്നതാണ്. ഒരു 10 മണി തൊട്ട് 4 മണി വരെ നമ്മൾ പല സെന്ററുകളിലും ഇപ്പോൾ പ്രധാനമായിട്ടും ഞാൻ നേരിട്ട് നടത്തുന്നത് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം സെന്ററുകളിൽ. അധികം ആൾക്കാരിൽ ഒരു ലിമിറ്റഡ് സീറ്റ്സ് വെച്ചതാണ് കൊടുക്കാറുള്ളത്.
ലിമിറ്റഡ് എഡീഷൻ എന്നൊക്കെ പറയാറില്ല. കാരണം ഇച്ചിരി സ്പിരിച്വലി കോഷൻഡ് ആയിട്ടുള്ള ആൾക്കാരും ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരും അറിയണമെന്ന് തൽപരരായിട്ടുള്ള ഒരു റിഫൈൻഡ് ഗ്രൂപ്പ് ആയിരിക്കും ഇതിനകത്ത് വരിക. ഒരുപാട് പല പല ട്രെയിൻ സെക്ഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, പലർക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ അറിയാം, ചെയ്യുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. കാരണം എന്താ? ഇവരുടെ ഈ ബ്ലോക്കാണ്. അപ്പൊ എന്താണ് ഈ ബ്ലോക്ക്? അത് കാർമിക് എഫക്റ്റ് എന്ന് പറയും. അതിനെ നേരിട്ട് തന്നെ നമ്മൾ ബോധ്യപ്പെടും. അതായത് ലോഗോ തെറാപ്പിയിലൂടെ ഒരാശയത്തെ മറ്റൊരാളുടെ ഉള്ളിലേക്ക് അവർക്ക് കൺവിൻസ് ആകുന്ന രീതിയിൽ ബോധ്യമാക്കി കൊടുത്തുകൊണ്ട് ഒരു പരിവർത്തനം വരുത്തുന്നതാണ് എന്ത്? ലോഗോ തെറാപ്പി. ഞാനൊരു ലോഗോ തെറാപ്പിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആശയത്തെ കൃത്യമായി നിങ്ങൾക്ക് നിസ്സംശയം ക്ലിയർ ചെയ്യുക എന്നുള്ള ഫസ്റ്റ് പാർട്ട്. പിന്നെ ഈ കംപ്ലീറ്റ് നമ്മുടെ ബോഡിയിലുള്ള പല ഏരിയയിലുള്ള ഓറയിലെ ബ്ലോക്കുകളെ അതിനെ ബോധ്യപ്പെടുത്തി ഓരോന്നിനെയും റിമൂവ് ചെയ്യുമ്പോൾ ലോജിക്കലി മനസ്സിലാക്കി തന്നെ പോകണം. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന ചില പ്രൊസീജിയറുണ്ട്. ഇപ്പം ഒരു 25 പേര് 30 പേരുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് സെന്ററുകളിൽ കൊടുക്കാറുള്ളത്. ഇനി ഏതെങ്കിലും സംഘടനകളോ അത് കണക്കുള്ള സംവിധാനങ്ങളോ ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ചെയ്യാറുണ്ട്, കേരളത്തിലെവിടെ. ഓക്കെ, അപ്പം അത്തരത്തിൽ ഒരു ക്ലെൻസിങ് പ്രൊസീജിയറാണ് ഇതിനകത്ത് നടക്കുക. അപ്പം വ്യക്തികളുടെ ആദ്യം തന്നെ ഊർജ്ജ സാന്നിധ്യത്തെ അവർക്ക് ബോധ്യപ്പെടുന്നു, നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ഇത്. അപ്പോൾ മനസ്സിലാകും ഇത്രയും നാളായിട്ട് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഏരിയയിലൂടെയാണ് എനിക്ക് ഈ ഓറയിൽ കണ്ടാമിനേഷൻ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആയിരുന്നല്ലോ ഈ പ്രശ്നങ്ങൾ. ഒരു സെൽഫ് റിയലൈസേഷനാണ് ഫസ്റ്റ്, ദെൻ ക്ലെൻസിങ് എന്നുള്ള അത് ശുദ്ധീകരിക്കാനുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വരും. ഇതെല്ലാ ദിവസവും വീട്ടിൽ ചെയ്യണം. ഒരു 15 മിനിറ്റ് ചെയ്താൽ മതി, ശരീരത്തിന് ചെയ്യുന്ന പോലെ തന്നെ. അത് വളരെ സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഓരോരുത്തർക്കും ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് പ്രാക്ടിക്കലി ഞാൻ നേരിട്ട് പകർന്നു തരുന്ന ഒരു പ്രക്രിയയാണ്. അത് സ്വയം സ്വായത്തമാക്കി അത് ഡെയിലി നമ്മൾ ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ കാലങ്ങളിലുള്ള ഇനി വരാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആകുന്നുണ്ടല്ലോ? അപ്പൊ എന്തിനാണ് ഓറ ക്ലെയിം ചെയ്യുന്നത്? ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും ആവശ്യമാണ്. അവനവനെ പറ്റിയുള്ള ഒരു റിയലൈസേഷൻ, അതിലൂടെ നമ്മുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. ഓർക്കുക, പാലെത്ര ശുദ്ധമാണേലും അത് കൊണ്ടുവരുന്ന ഒഴിച്ചു വെക്കുന്ന പാത്രം ശുദ്ധമല്ല, വൃത്തിയല്ലെങ്കിൽ പിരിഞ്ഞു പോകില്ലേ? അപ്പൊ എന്താ പ്രശ്നം? നമ്മുടെ തന്നെ പ്രപഞ്ചത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് ഓറ ക്ലെൻസിങ് പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പം അടുത്ത ദിവസങ്ങളിൽ ഉള്ള പ്രോഗ്രാമുകളിലൊക്കെ ലിമിറ്റഡ് എഡീഷനാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് സ്വയം റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് മറ്റാരുടെയും സഹായം കൂടാതെ എങ്ങും ഇനിയും പോകാതെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഓറ ഹീലിങ്ങിലൂടെ, ഓറ ക്ലെൻസിങ്ങിലൂടെ. ഓക്കെ, ഈ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അടുത്തുള്ള ദിനങ്ങളിൽ നിങ്ങൾക്ക് ഇത് പങ്കെടുക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു, ഓൾ ദ വെരി ബെസ്റ്റ്.